നമ്മൾ നടത്തുന്ന പ്രചാരണങ്ങളൊന്നും അല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന അഭിപ്രായ രൂപീകരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലെ മൈക്ക് വെച്ച് കെട്ടി പറഞ്ഞ് നടത്തുന്ന അഭിപ്രായ രൂപീകരണങ്ങളല്ല. അത് ജക്സൺ അറിയാം, നമുക്ക് വളരെ കൃത്യമായി ആഴത്തിൽ വേരോടിയ ഒരു സംവിധാനം. ആ സംവിധാനത്തിലൂടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഡെന്നിസ് കെ ആന്റണി ഇനി ചാലക്കുടിയിൽ മത്സരിച്ചു എന്ന് വിചാരിക്കുക. ഡെന്നിസ് കെ ആന്റണി മത്സരിക്കാനായിട്ട് സാധ്യതയുണ്ടല്ലോ, കാരണം 1000 വോട്ടിന് ആയിക്കോട്ടെ, ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം LDF തരംഗമുണ്ടായപ്പോൾ 1000 വോട്ടിനാണ് തോറ്റതെങ്കിൽ ഇപ്രാവശ്യം ഒരു 10,000 വോട്ടിന് തോന്നും. ഒരു കാര്യം ഞാൻ പറയാം, എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരെ നിലപാടെടുത്തവരുടെ അവർക്കെതിരെ ആത്മായ മുന്നേറ്റം അതിശക്തമായ പ്രചാരണം നടക്കും. അത് പ്രത്യക്ഷത്തിലുള്ള പ്രചാരണം ആവണമെന്നില്ല, നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ അതിരൂപതയ്ക്ക് അത്രമേൽ ആഴത്തിലുള്ള മുറിവുകളാണ് ഉണ്ടായത്. ആ മുറിവുകൾ ഉണ്ടാക്കാൻ കാരണക്കാരായവർ അല്ലെങ്കിൽ ആ മുറിവുകളെ പിന്തുണച്ചവർ സ്ഥാനാർത്ഥികളായി വന്നാൽ ഞങ്ങൾ എതിർത്തിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കർദിനാൾ ആലഞ്ചേരി ഈ അതിരൂപതയ്ക്കുണ്ടായ വേദനാജനകമായ നിമിഷങ്ങൾക്ക് ആര് സപ്പോർട്ട് ചെയ്തു അവരൊക്കെ വിശ്വാസികളുടെ മുന്നിൽ അവർ ശത്രുപക്ഷത്താണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ശത്രു ആകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അവർ ശത്രുപക്ഷത്താണ്. അവരുടെ ശത്രുപക്ഷത്താണ് വിശ്വാസികൾ. അവർ കാലങ്ങളായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചവരായിരിക്കാം. പക്ഷേ ഈ 21 അച്ഛന്മാരെ അവിടെ കിടന്നിട്ടേ 2-3 ദിവസം ആ ബസിലിക്കയുടെ മുറ്റത്തുണ്ടായിട്ട് ഈ അതിരൂപതക്കാരായ കുഞ്ഞുങ്ങളും ഗർഭിണികളും വരെ ഈ അച്ഛന്മാരെ കാണാൻ വന്നു. ജക്സൺ ഓർമ്മയുണ്ടാവും. അതൊരു നാനാഭാഗങ്ങളിൽ നിന്നും ഈ 2-3 ദിവസം ആളുകൾ ഒഴുകിയെത്തുകയായിരുന്നു. സ്ത്രീജനങ്ങൾ വരെ ബിഷപ്പ് ഹൗസിന്റെ മതിൽ ചാടി അകത്ത് കിടന്നാണ് അച്ഛന്മാരെ കണ്ടത്. അത്ര അതിശക്തം. അങ്ങനെ ഒരു വികാരം ജക്സൺ നേരത്തെ പറഞ്ഞ ഈ സ്ഥാനാർത്ഥിക്കുണ്ടായോ? ആ സ്ഥാനാർത്ഥിക്ക് തീർച്ചയായിട്ടും അദ്ദേഹം കടന്നു വന്നില്ല. സ്ഥാനാർത്ഥി അവിടെ വന്നില്ല. ചാലക്കുടിയിലെ മുൻ LDF സ്ഥാനാർത്ഥി മത്സരിച്ച ഡെന്നിസ് കെ അവിടെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ ആ സ്ഥാനാർത്ഥി മാത്രമല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാർക്ക് അടി കിട്ടിയത് നല്ല കാര്യമാണ് എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച കുറെ പേരുണ്ട്. അവർ രാഷ്ട്രീയത്തിലുണ്ട്. അവർ സ്ഥാനാർത്ഥികളായി വന്നാൽ ഞങ്ങൾ എതിർഭാഗത്തുണ്ടാവും. ഞങ്ങളവരെ പരസ്യമായി എതിർക്കൊന്നും വേണ്ട. അവരുടെ വോട്ടുകൾ, അതായത് ഒരു നിശ്ചിത ശതമാനം വോട്ടുകൾ മറയ്ക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ആത്മായ മുന്നേറ്റം രാഷ്ട്രീയത്തിൽ ഇടപെടും. അതല്ലെങ്കിൽ ഇടപെടും. ആ സമയത്ത് സഹായിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഷൈജോന് പറയാൻ പറ്റും? അതായത് ഏതെങ്കിലും പൊളിറ്റിക്കൽ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ LDFൻ്റെയോ UDFൻ്റെയോ അങ്ങനെ ഒരു ഇടപെടൽ ആ സമയത്ത് 21 അച്ഛന്മാരുടെ ആ വിഷയത്തിൽ? ഈ 21 അച്ഛന്മാരുടെ വിഷയത്തിൽ പബ്ലിക്കായി സഹായിച്ചവർ ഇല്ല, ആരും പബ്ലിക്കായി സഹായിച്ചവർ ആരുമില്ല. എന്നാൽ രഹസ്യമായ ഇടപെടലുകൾ നടത്തിയ കുറച്ച് പേരുണ്ട്. ഉള്ള കാര്യം ഞാൻ പറയാം. ഒരാൾ ഹൈബിയുടനാണ്. ഹൈബിയുടൻ നമ്മുടെ അടുത്ത് അവിടെ വരാൻ പറഞ്ഞിട്ടൊന്നും ഹൈബിയുടൻ വന്നില്ല. പക്ഷേ ഹൈബിയുടൻ കളക്ടറുമായി ഉള്ള സന്ധി സംഭാഷണത്തിൽ ഹൈബിയുടൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഹൈബിയുടൻ അതിശക്തമായി ഇടപെട്ടു എന്ന് കളക്ടർ ഞങ്ങളോട് പറഞ്ഞു. മറ്റൊരാൾ, ഞാനും നിങ്ങളും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്, CPIയുടെ ബിനോയ് വിശ്വം. ബിനോയ് വിശ്വം എറണാകുളത്തുകാരനെയല്ല. പുള്ളി എന്തുകൊണ്ടാണ് കുറച്ചെന്നറിയാമല്ലോ. പുള്ളി കളക്ടറെ വിളിച്ചിരുന്നു എന്നും ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നും കളക്ടർ നമ്മളോട് പറയുന്നു. വിചാരിക്കാത്ത ആളുകൾ സഹായിച്ചു. ഞാൻ പറഞ്ഞ വിചാരിക്കാത്ത ആളുകളാണ്. ഞാൻ വിചാരിച്ച ആളുകളല്ല, വിചാരിക്കാത്ത ആളുകളാണ് നമ്മളെ സഹായിച്ചത്. മനസ്സിലായി. പിന്നീട് അൻവർ സാദത്ത് നമ്മുടെ ഈ വിഷയത്തിൽ ശക്തമായി പിന്തുണച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചിരുന്നു. ഷിയാസ് പ്രസംഗിച്ചിരുന്നു. അതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് വയ്ക്കുന്നില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ പ്രകടമായി ആ സമയത്ത് നേരെ വന്ന് ഇടപെടാൻ പല രാഷ്ട്രീയക്കാരും വിമുഖത കാണിക്കുകയാണ് ചെയ്തത്. ഈവൻ VD സതീശൻ പോലും, എൻ്റെ സുഹൃത്താണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ ആ വിഷയത്തിൽ VD സതീശൻ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവർക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ടാകാം. പക്ഷേ ആത്മായ മുന്നേറ്റം ഒരു നിലപാടെടുത്തപ്പോൾ ഇവരെ എല്ലാവരെയും ഒരേപോലെ അപ്പുറത്ത് നിർത്തിക്കൊണ്ടാണ് നിലപാടെടുത്തത്. എറണാകുളം അങ്കമാലി അതിരൂപത ഈ ഘട്ടത്തിൽ അതിരൂപതയിലെ വൈദികരും വിശ്വാസികളും ഒറ്റക്കെട്ടായി. നമ്മളെപ്പോഴും പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട്, ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും നല്ല നമസ്കാരം. എൻ്റെ അടുത്ത് ഇരിക്കുന്നത് എൻ്റെ അടുത്ത സുഹൃത്തും അതോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആത്മായ മുന്നേറ്റത്തിൻ്റെ പ്രസിഡന്റുമായ ശ്രീ ഷൈജു ആന്റണിയാണ്.
നമസ്കാരം ഷൈജേട്ടാ. നമസ്കാരം. പറയൂ. വീണ്ടും നമ്മൾ അതെ, അതെ, അതെ. കുറേ നാളുകൾക്ക് ശേഷം. കുറെ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു അഭിമുഖത്തിന് വേണ്ടി ഷൈജേട്ടനെ കിട്ടിയത്. അതെ, അതെ. ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞു മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം വരാൻ പോകുന്നു. എല്ലാ വ്യക്തികൾക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്, സംഘടനകൾക്ക് രാഷ്ട്രീയമുണ്ട്, മത മേലധ്യക്ഷന്മാർക്കും മതങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിലെ ക്രൈസ്തവരിൽ വലിയൊരു ശതമാനം സീറോ മലബാർ വിശ്വാസികളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള മേജർ അതിരൂപതയായിട്ടുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കും അവരവരുടേതായിട്ടൊരു രാഷ്ട്രീയമുണ്ട്. ഒരുപാട് സ്ട്രഗിളാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ. തീർച്ചയായിട്ടും ആ വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അതിൻ്റെ ഒരു സംഘടനയുടെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന അങ്ങേക്ക് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് കാലത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചൊന്ന് പറയാം. ജക്സൺ, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനല്ല. അത് ജക്സന് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ രാഷ്ട്രീയക്കാരനല്ല. പക്ഷെ എന്നാലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസികളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 6.5 ലക്ഷം വിശ്വാസികളാണ്. 6.5 ലക്ഷം വിശ്വാസികളാണ് എറണാകുളത്തുള്ളത്. എറണാകുളം അങ്കമാലി അതിരൂപതകൾ 4 ജില്ലകളിലായി പടർന്നു കിടക്കുന്ന ഒരു രൂപതയാണ്. ഇവിടെ കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഉണ്ടാവുകയും ആ പ്രതിസന്ധികളുടെ ഭാഗമായി പലതരം കൂട്ടായ്മകൾ രൂപപ്പെടുകയൊക്കെ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ്, സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപത പോലെ കെട്ടുറപ്പുള്ള വിശ്വാസി സമൂഹമുള്ള മറ്റൊരു രൂപതയില്ല. അത്ര കെട്ടുറപ്പുണ്ട്. എല്ലാ തരത്തിലും ഇടവകൾ വിശ്വാസികൾ തമ്മിൽ, ബാക്കിയുള്ളവർ എല്ലാവരും തമ്മിൽ വളരെയധികം ബൈൻഡിങ് ആണ്. അപ്പം അത്ര കെട്ടുറപ്പുള്ള മറ്റൊരു സമൂഹം ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇപ്പോൾ വിശ്വാസി സമൂഹത്തിന് വേണ്ടി അൽമായ മുന്നേറ്റവും ഇവിടുത്തെ വൈദിക അതിരൂപതാ സംരക്ഷണ സമിതിയായ വൈദികരുമൊക്കെ വിചാരിച്ചാൽ ഏതെങ്കിലും ഒരു ചാനലിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിശയിലേക്ക് ഈ അതിരൂപതയിലെ വിശ്വാസികളെ തിരിച്ചുവിടാൻ കഴിയും. ജക്സൺ അറിയാലോ, അതായത് LDFന്റെ പിണറായി സർക്കാരിൻ്റെ രണ്ടാം വരവിനകത്ത് LDFന് അനുകൂലമായ ഒരു തരംഗം കേരളത്തിലുടനീളം ഉണ്ടായിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ അത് പോയില്ല. എറണാകുളം ജില്ലയിൽ അത് ഉണ്ടായില്ല. ശരിയാണ്. അത് പോട്ടെ, എറണാകുളം ജില്ലയിൽ പോകാത്ത പോട്ടെ, എറണാകുളം ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കെതിരായി നിലപാടെടുത്തവർ അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ പരാജയപ്പെട്ടു. അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ എതിർഭാഗം ജയിക്കുകയും ചെയ്തു. ജയിച്ച സ്ഥാനാർത്ഥി എൻ്റെ അടുത്ത് ഇപ്രാവശ്യം ഇലക്ഷന് ജയിച്ച ഒരു കോർപ്പറേഷൻ കൗൺസിലർ എന്നോട് പറഞ്ഞത്, ഞാൻ പോലും സ്വപ്നത്തിൽ ഇത്രയും ഭൂരിപക്ഷം പ്രതീക്ഷിച്ചില്ല എന്നാണ്. ആ ഭൂരിപക്ഷത്തിന് കാരണം ഞങ്ങളാണ്. ഇപ്പോൾ ഷൈജേട്ടൻ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം, അതായത് ശരിയാണത്, എറണാകുളം ജില്ലയിൽ LDFന് ഒരു തരംഗം ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ ഈ പ്രാന്തപ്രദേശങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കർദിനാളിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ രീതിയിൽ പ്രത്യേകിച്ച് ചാലക്കുടി മണ്ഡലത്തിലൊക്കെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് അപ്രത്യക്ഷമായ എല്ലാ ചാനലുകളും നടത്തിയ സർവേയിലും അദ്ദേഹം ജയിക്കും, LDFന്റെ സ്ഥാനാർത്ഥി ചാലക്കുടിയിൽ ജയിക്കുമെന്നാണ് പറഞ്ഞത്, എല്ലാ ചാനലുകളും. പക്ഷെ അദ്ദേഹം പോലും വിചാരിക്കാത്ത രീതിയിൽ വളരെ കുറച്ച് ഭൂരിപക്ഷ വോട്ടിനാണ് ചാലക്കുടിയിൽ കഴിഞ്ഞ തവണ LDFന്റെ സ്ഥാനാർത്ഥി, കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഡെന്നിസ് കെ ആന്റണി പരാജയപ്പെട്ടത് 1000 ചില്ലാ വോട്ടുകൾക്ക്. അതിലിപ്പോഴും ഈ രൂപതാ പ്രശ്നം വലിയ രീതിയിൽ നിഴലിച്ചിരുന്നെന്ന് അവരുടെ നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. പക്ഷെ അതിനുശേഷം ഇതെല്ലാം ഈ രൂപതാ പ്രശ്നങ്ങളിലെല്ലാം തന്നെ വലിയ മാറ്റം വന്നു. അതെല്ലാം മറന്നിട്ടുണ്ടാവും. ഈ പ്രശ്നങ്ങളൊന്നും യാതൊരുവിധ രീതിയിലും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. അതിരൂപതയിലെ വിശ്വാസികൾക്ക് വേണ്ടി ടീമായിട്ട് നിലകൊള്ളുന്നില്ല എന്നുള്ള ഒരു ചർച്ചയുണ്ട്. അതിനെങ്ങനെയാണ് ചേട്ടൻ അനുഭവം? എൻ്റെ കാരണം എന്താണെന്ന് പറയുന്നത്, എൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നടത്തുന്ന പ്രചാരണങ്ങളൊന്നും, അല്ലെങ്കിൽ ഞങ്ങൾ നടത്തുന്ന അഭിപ്രായ രൂപീകരണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത് പോലെ മൈക്ക് വെച്ച് കെട്ടി പറഞ്ഞ് നടത്തുന്ന അഭിപ്രായ രൂപീകരണങ്ങളല്ല. അത് ജക്സൺ അറിയാം, നമുക്ക് വളരെ കൃത്യമായി ആഴത്തിൽ വേരോടിയ ഒരു സംവിധാനം. ആ സംവിധാനത്തിലൂടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഡെന്നിസ് കെ ആന്റണി ഇനി ചാലക്കുടിയിൽ മത്സരിച്ചു എന്ന് വിചാരിക്കുക. ഡെന്നിസ് കെ ആന്റണി മത്സരിക്കാനായിട്ട് സാധ്യതയുണ്ടല്ലോ, കാരണം 1000 വോട്ടിന് ആയിക്കോട്ടെ, ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം LDF തരംഗമുണ്ടായപ്പോൾ 1000 വോട്ടിനാണ് തോറ്റതെങ്കിൽ ഇപ്രാവശ്യം ഒരു 10,000 വോട്ടിന് തോന്നും. ജക്സ ഒത്തിരി നാളായിട്ടില്ല ജക്സെ നമ്മുടെ ഈ 21 അച്ഛന്മാരെ ഈ ബസിലിക്കയുടെ മുറ്റത്തേക്ക് വലിച്ചിറക്കിയത്. അന്ന് ആ ബിഷപ്പ് ഹൗസിൻ്റെ മുമ്പിൽ വെളുപ്പിന് മേ ബി ഒരു 3:30-4 മണി സമയത്ത് ബിഷപ്പ് ഹൗസിന് മുന്നിൽ കാത്തിരുന്ന ഒരു 10-12 ആളുകളുണ്ട്. 10-12 പേരുള്ളൂ. അവർ മെയിൻ റോട്ടിലിരുന്നതാണ്. അവർ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാണ് ഈ പോലീസ് സന്നാഹം എന്നാണ്. യുദ്ധസമാനമായ ഒരു പോലീസ് സന്നാഹം, ഒരു 1000-ഓളം പോലീസുകാരെ ഒരുക്കി യുദ്ധസമാനമായ ഒരു പോലീസ് സന്നാഹം
നേരിട്ട് കണ്ടതാണ്. ആ കണ്ടതിൽ ആ 10-12 പേരിൽ ഒരാൾ ഞാനും കൂടിയാണ്. രാത്രി ഉറക്കൊളിച്ചവിടെ ഇരുന്നവർ ഒരാൾ ഞാനും കൂടിയാണ്. എന്നെ നടു റൂട്ടിൽ അവിടെ അന്നത്തെ ACP ജയകുമാർ അവിടെ നടു റൂട്ടിൽ കുത്തിയിരുത്തിച്ചിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഫോണുകൾ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് ചുറ്റും പോലീസുകാരെ വലയം നിർത്തിയിട്ടാണ് ഇവരകത്തേക്ക് കയറിപ്പോകും ബിഷപ്പ് ഹൗസ്. പിന്നെ ഞങ്ങൾ കേൾക്കുന്നത് ഈ 21 അച്ഛന്മാരുടെ കരച്ചിൽ മാത്രമാണ്. ഇന്നും ചെവിയുടെ കണ്ണൂടത്തിൽ അതുണ്ട്. പിന്നെ കരച്ചിലാണ്, ഭയങ്കരമായ അതിഭീകരമായ കരച്ചിൽ മാത്രമേ കേൾക്കാൻ. എന്താണ് ഉള്ളിൽ സംഭവിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളൊരു 10-12 പേരെ റോട്ടിൽ ഇങ്ങനെ ഇട്ടിട്ട് ചുറ്റിലും പോലീസുകാർ നിർത്തിയിട്ട് അകത്ത് പോലീസുകാർ പോയി പോകുന്നു. എന്തോ അടിക്കുന്ന ശബ്ദവും കരച്ചിലും മാത്രം. അതിക്രൂരമായിട്ടുള്ള അവസ്ഥ, അതിക്രൂരമായ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു കാലഘട്ടത്തിൽ അതിന് ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളെ അവിടെ പിടിച്ചിരുത്തുന്നു. ഇരുത്തിയിട്ട് ഇവരകത്തേക്ക് പോകുന്നു. അകത്തേക്ക് പോയി അവിടെ ഭയങ്കര കരച്ചിലും ബഹളമാണ്. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഈ പോയ ACP ഇങ്ങ് തിരിച്ചു വരികയാണ്. ACP ജയകുമാറാണ്. അത് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു, സാർ ഇത് എന്താണ് സാർ? ഞങ്ങളെ കസ്റ്റഡിയിൽ വന്ന പോലെ ഇരുത്തിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കുകയാണ്, സാർ ഇത് എന്താണ് സാർ? ACP അന്ന് നമ്മളോട് എല്ലാവരോടും പറഞ്ഞു. ഞങ്ങൾ ഈ 10-12 പേര് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു മറുപടി ഉണ്ട്. എന്താണെന്നറിയാം? യു ലുക്ക്, ഞാനല്ല അകത്ത്, വെരി സീനിയർ ഓഫീസേഴ്സ് ആർ ഇൻസൈഡ്, അവരാണ്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സർക്കാർ നിങ്ങൾക്കൊപ്പമല്ല. ACP നേരിട്ട് പറയാണ്, സർക്കാർ നിങ്ങൾക്കൊപ്പമല്ല, സർക്കാർ നിങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് സർക്കാർ നിയോഗിച്ച ദൗത്യമാണ് അവിടെ നടക്കുന്നത്. ഞാൻ ചോദിച്ചു, ഈ അച്ഛന്മാരെ തല്ലിച്ചതയ്ക്കാൻ സർക്കാർ പറഞ്ഞോ? ഒന്നും മിണ്ടാതെ പോയി. അന്ന് നമ്മൾ ഈ ബാക്കിയുള്ള മുഴുവൻ ആളുകളോടും അവിടെ ഉണ്ടായിരുന്ന, അതിനുശേഷം എനിക്ക് തോന്നുന്നു എന്നെയൊക്കെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 7-8 മണിയായി കാണും. അപ്പോൾ പുറത്ത് വന്നപ്പോൾ നിറച്ച് ചാനലുകാരുണ്ട്. അവരോട് എല്ലാവരോടും ഈ ACPയുടെ മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞത്, ഇയാളാണ് പറഞ്ഞത് സർക്കാർ ഞങ്ങൾക്കൊപ്പം അല്ലെന്നും സർക്കാർ പറഞ്ഞിട്ടാണ് ഈ അച്ഛന്മാരെ തല്ലിച്ചതയ്ക്കുന്നതെന്നും ഇയാളാണ് പറഞ്ഞതെന്ന് വളരെ വ്യക്തമായി അന്ന് ചാനലുകൾക്ക് മുമ്പിൽ നിന്ന് പറഞ്ഞ ആളാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ ഒരു പ്രഖ്യാപിത നിലപാടിന് വേണ്ടി 21 അച്ഛന്മാരെ ഇവിടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാക്കി. മനസ്സിലായി? ഞാൻ പറഞ്ഞത് അൽമായ മുന്നേറ്റത്തിൽ LDFകാരുണ്ട്, UDFകാരുണ്ട്. പക്ഷേ അൽമായ മുന്നേറ്റത്തോടൊപ്പം നിന്നവരെ അൽമായ മുന്നേറ്റം. അങ്ങയുടെ ഈ നിലപാട് എനിക്ക് വളരെ ഒരു നിലപാടായിട്ട് തോന്നി. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങയുടെ കോളേജ് രാഷ്ട്രീയവും ഇതൊക്കെ അറിയാം. അങ്ങ് ഒരു കോൺഗ്രസ് അനുഭവ രാഷ്ട്രീയമായിരുന്നു. ഇപ്പോഴത്തെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അങ്ങയുടെ സുഹൃത്തുക്കളാണ്. എന്നാലും അങ്ങ് പറഞ്ഞൊരു നിലപാടുണ്ട്, അൽമായ മുന്നേറ്റം എറണാകുളം കാലേജ് രൂപതര വിശ്വാസികൾ പോയാലും LDFിലും പ്രവർത്തിക്കുന്നവരുണ്ട്, UDFിലും പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാട് ഒരു രാഷ്ട്രീയ കക്ഷിക്കെതിരല്ല. ഞങ്ങളുടെ നിലപാട് രൂപതയ്ക്കെതിരെ നിന്നവരെയും 14 ആലഞ്ചേരിക്കൊപ്പം നിന്ന് ഞങ്ങളുടെ രൂപതയെ ഒറ്റപ്പെടുത്തിയവരാണ്. അത്രേ ഉള്ളൂ. അൽമായ മുന്നേറ്റത്തിന്റെ നിരവധി പ്രവർത്തകർ LDFിലും UDFിലും പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് പലപ്പോഴും അർഹിക്കുന്ന സ്ഥാനങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ട്. അവരർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ അവർക്ക് അവരുടെ പാർട്ടിയിൽ കിട്ടാതെ പോയിട്ടുണ്ട്. അതെന്തുകൊണ്ട് കിട്ടാതെ പോയി എന്ന് ചോദിച്ചാൽ അവർ ചില നിലപാടുകൾ എടുത്തത് കൊണ്ടാണ്. അവർ ചില നിലപാടുകളെടുത്തു. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അനുകൂലമായ നിലപാടുകളെടുത്ത പലർക്കും കോൺഗ്രസ് പാർട്ടിയിലും മാർക്സിസ്റ്റ് പാർട്ടിയിലും LDFിലും UDFിലും അവരർഹിക്കുന്ന സ്ഥാനങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവരെ പാര വെച്ച് ബോധപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഈ പ്രത്യേകിച്ച് എറണാകുളത്ത് ജക്സന് തോന്നുന്നുണ്ടോ എറണാകുളത്ത് 3 വാർഡിൽ മാത്രമേ സീറോ മലബാർ സഭയ്ക്ക് സ്ട്രെങ്ത് ഉള്ളൂ എന്ന് ജക്സൺ? ഒരിക്കലല്ല. പക്ഷെ ഒരിക്കലും 3 സീറ്റിലോട്ട് ഒതുങ്ങേണ്ടത്. ഞാൻ പറഞ്ഞത് എറണാകുളം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു കോർപ്പറേഷൻ തന്നെയാണ്. ആ കാര്യത്തിനകത്ത് സംശയമില്ല. ലത്തീൻ സമുദായത്തിന് നല്ല മേൽക്കൈയുണ്ട്. പക്ഷെ ലത്തീൻ സമുദായത്തിന് കിട്ടുന്ന റെപ്രസെൻറ്റേഷൻ്റെ ഒരു 30% സീറോ മലബാർ സഭയ്ക്ക് കിട്ടണ്ടേ? തീർച്ചയായിട്ടും 30%. ഞാൻ 50% ചോദിക്കുന്നില്ല. 30-35%, 1/3. ലത്തീൻ സഭയ്ക്ക് 100 സീറ്റ് കിട്ടിയാൽ അല്ലെങ്കിൽ 100 പൊസിഷൻ കിട്ടിയാൽ 35 പൊസിഷനെങ്കിലും കിട്ടാൻ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ആളുകൾക്ക് അർഹതയില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അത് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞത് പാർട്ടികളാണ്, മതമില്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞാലും ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പല വാർഡുകളിലും പല പല നിയമസഭാ അസംബ്ലി മണ്ഡലങ്ങളിലും ഒക്കെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. വെറും രാഷ്ട്രീയം മാത്രം നോക്കിയിട്ടല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും അതിക്ക് മുൻപ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നാലും ഒക്കെ തന്നെ ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഇത്രയും 6.5 ലക്ഷം വിശ്വാസികളുടെ ഏറ്റവും ശക്തിയായിട്ടുള്ളൊരു അതിരൂപതയ്ക്ക് കിട്ടേണ്ട പരിഗണനകൾ ഒരു രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് കാര്യം, ഈ കേരള ചരിത്രത്തിൽ സീറോ മലബാർ വൈദികർക്ക് നേരെ ഇങ്ങനെയൊരു അതിക്രമം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അച്ഛന്മാരൊക്കെ കാലുമേക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്ന സംഗതികൾ കണ്ടു. എത്ര ഭയാനകമായ സംഗതികൾ. ഈ ഒരു സമയത്ത് പോലും അങ്ങ് പറയുന്നു
ഒരു വഴിതിരിച്ചു വിടാവുന്ന ഒരു ശക്തിയാണെന്ന് എങ്ങനെ നമുക്കത്? ജക്സ, ഞാൻ പറഞ്ഞത് നമ്മൾ പണ്ട് മുതലേ ഉള്ള സീറോ മലബാർ സഭയുടെ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപത രാഷ്ട്രീയത്തിനകത്ത് ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് വിലപേശി രാഷ്ട്രീയം നടത്തുന്ന ഒരു മതപരമായ ഒരു കൾച്ചറുള്ള ഒരു സമൂഹമല്ല എറണാകുളം അങ്കമാലി. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കൾച്ചർ ഇല്ല. എന്നാൽ പോലും ഞാനൊരു കാര്യം പറയാം. അങ്ങനെ വിലപേശി ചോദിക്കാത്തത് കൊണ്ട് മാത്രം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വലിയ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ LDFനും UDFനും ഞാൻ പറയുന്നത് അന്മായ മുന്നേറ്റത്തിന്റെ ഇപ്പൊ എന്നെ പോലെയുള്ള ആളുകളൊന്നും പാർലമെന്ററി വ്യാമോഹങ്ങളുള്ളവരല്ല. ഞങ്ങൾക്ക് ആർക്കും രാഷ്ട്രീയമില്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൽ എറണാകുളം കോർപ്പറേഷനിൽ UDF എന്ന് വിടും, കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമേ 23-26 കൗൺസിലേഴ്സ് ഉണ്ട്. അതിൽ സീറോ മലബാറുകാർ 3 പേര്. 3 പേർ, വെറും 3 പേർ. അതെന്താണ് എറണാകുളത്ത് അങ്ങനെ ഒരു അതായത് സീറോ മലബാറിൽ പെട്ട ആളുകൾക്ക് സീറ്റ് കൊടുത്തില്ല. സീറ്റ് കിട്ടട്ടെ, അവർ തഴയപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? അത് വ്യക്തമാണ്. എന്തുകൊണ്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു 1/3 റെപ്രസെന്റേഷൻ ക്രിസ്ത്യൻ മെജോറിറ്റി? ഞാൻ പറഞ്ഞത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും സീറ്റുകൾ കൊടുക്കണം. അപ്പൊ അതിനകത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സീറ്റിൽ ഒരു 35% സീറ്റിന് എറണാകുളം അങ്കമാലി അതിരൂപത അർഹതപ്പെട്ടതാണെന്നാണ് എൻ്റെ വിശ്വാസം. അത് പാർട്ടി ഭേദമന്യേ ഞങ്ങളെ ആരെയും വെക്കണ്ട. ആ പാർട്ടിയിൽ കാലങ്ങളായി ജോലി ചെയ്യുന്ന, കാലങ്ങളായി ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന, വർക്ക് ചെയ്യുന്ന ആളുകളെ തന്നെ വെച്ചാൽ മതി. നമ്മളാരും പറയുന്നില്ല. പക്ഷെ അവർ ഈ അതിരൂപതക്കാരായതുകൊണ്ട് അവർ തടയപ്പെടുന്നു എന്ന് പരാതി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം മുതൽ വ്യാപകമായിട്ടുണ്ട്. പക്ഷേ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു പ്രഖ്യാപിത നിലപാടുണ്ട്. എന്താണ് പ്രഖ്യാപിത നിലപാട്? ആ നിലപാട് കർദിനാൾ ആലഞ്ചേരിക്കെതിരായി എടുത്തൊരു നിലപാടാണ്. അത് ശരിയാണല്ലോ. കർദിനാൾ ആലഞ്ചേരിക്ക് എടുത്ത നിലപാടെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിഷയം ഷൈജാൻ ചെന്നറിയാലോ ഒരു വിഷയാസ്പദമായിട്ടൊരു രാഷ്ട്രീയ വിഷയാസ്പദമായിട്ടൊരു നിലപാട് പറയുമ്പോൾ കർദിനാൾ ആലഞ്ചേരി തെറ്റ് ചെയ്തു, അദ്ദേഹം ഇപ്പോൾ സ്ഥാനത്ത് നിന്ന് മാറിയിരിക്കുന്നു, പുതിയ ആളുകൾ ആ സ്ഥാനത്ത് വന്നിരിക്കുന്നു. ഒരു ക്രൈസ്തവിക നിലപാട് പ്രകാരം വീണ്ടും ആലഞ്ചേരിക്കെതിരെയുള്ള എന്താണ് ഇത് അങ്ങനെ ഒരു പ്രഖ്യാപിത നിലപാട്? അതായത് കർദിനാൾ ആലഞ്ചേരിക്കെതിരെയുള്ള ഒരു നിലപാടെന്നോ അങ്ങനെ വ്യക്തിപരമായ ഒരു നിലപാടല്ല. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. പ്രശ്നം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കാലങ്ങളായി വലിയ നഷ്ടങ്ങൾ സംഭവിക്കുകയും ആ നഷ്ടത്തിൻ്റെ പുറത്ത് ഒരു റെസ്റ്റിറ്റ്യൂഷൻ നടത്തണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തൊരു സമയത്ത് വത്തിക്കാൻ പോലും കുറ്റക്കാരനെന്ന് കണ്ടതുകൊണ്ടാണല്ലോ കർദിനാൾ ആലഞ്ചേരി പുറത്തുപോയത്. ശരിയാണ്. അങ്ങനെ കുറ്റക്കാരനെന്ന് കണ്ടിട്ട് കത്തോലിക്ക സഭയിൽ എവിടെയെങ്കിലും ഒരിടത്ത് ആ കുറ്റത്തിനൊരു പരിഹാരം ചെയ്യണം എന്നെപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മെത്രാൻസഭയ്ക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു കുറ്റം കണ്ടുപിടിച്ചാൽ ഒരു പരിഹാരം ഉണ്ടാകണം. എത്ര എന്നുള്ളതല്ല, എങ്ങനെ എന്നുള്ളതല്ല. പക്ഷെ എവിടെയാണ് പരിഹാരം? ഇന്നുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. മനസ്സിലായി? ആളെ പുറത്താക്കുന്നതൊന്നും അല്ല പരിഹാരം. ഇവിടെ വളരെ വ്യക്തമാണ്. ജക്സ് പോയി കുമ്പസാരിച്ച ജക്സിനൊരു പരിഹാരം തരുമല്ലോ. പ്രായച്ചിത്തം ഇല്ലേ? എന്ത് പ്രായച്ചിത്തമാണ് സിനഡ് ചെയ്തത്? എറണാകുളം അങ്കമാലി അതിരൂപതയോട് സിനഡ് എന്ത് പ്രായച്ചിത്തം ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിനെ മറയ്ക്കാൻ വേണ്ടി ഒരു കുർബാന പ്രശ്നം കൊണ്ടുവരികയും ആ കുർബാന പ്രശ്നത്തിന്റെ പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപത വീണ്ടും വികൃതമാക്കപ്പെടുകയും അവരെ പരിഹസിക്കുകയും അപഹസിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ ബേസിക്കലി ആ മുറിവുകൾ ഇപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. മനസ്സിലായി? അത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ നേതൃത്വത്തിന് അത് മനസ്സിലാകും. പക്ഷേ ഈ രാഷ്ട്രീയ സബ്ജക്റ്റിൽ നിന്ന് മാറിയെന്ന് ഞാൻ തിളച്ചു മറിയായിരുന്നു. നമ്മുടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപത തിളച്ചു മറിയായിരുന്നു. കലങ്ങി തെളിഞ്ഞ് ഒരു നല്ല രൂപത്തിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. എത്തിയിട്ടില്ല, ഇപ്പോഴെത്തിയിട്ടില്ല. അതിന് എത്താൻ ഇത്തിരി കുറെ കൂടി മാറ്റങ്ങൾ വരാനുണ്ട്. നമ്മൾ സഭയ്ക്കകത്ത് ഈ ഒരു സാഹചര്യങ്ങൾ ഉണ്ടായതും ഇപ്പോൾ ഉണ്ടായ ഈ പ്രശ്നങ്ങളുമെല്ലാം ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റിൻ്റെ പുറത്താണ് അത് ഉണ്ടായതെങ്കിലും നമ്മളുടെ അടിസ്ഥാനപരമായ ആവശ്യം ആ ഇൻസിഡൻറ്റ് മറികടക്കുക എന്നുള്ളത് മാത്രമായിരുന്നില്ല. സഭയ്ക്കകത്ത് സ്ട്രക്ചറലായ ഒരു മാറ്റം ഉണ്ടാകും. സ്ട്രക്ചറലായ മാറ്റം ഉണ്ടാകും എന്ന് വെച്ചാൽ അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്ട്രക്ചറലായിട്ട് ഇതിനൊരു സ്ട്രക്ചറുണ്ട്. മാർപ്പാപ്പ, കർദിനാള്, ആർച്ച് ബിഷപ്പ്, വൈദികർ, സിസ്റ്റേഴ്സ്, അൽമായർ,
ഈ സ്ട്രക്ചറലായിട്ട് മാറ്റം എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ജക്സർ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിക്കുന്നതിന് മുമ്പ് സിനഡോൺ സിനഡാലിറ്റി എന്ന് പറഞ്ഞൊരു സിനഡ് നടത്തി. ആ സിനഡ് നടത്തിയപ്പോൾ നമ്മുടെ ഇവിടെ നിന്നുള്ള 2-3 ബിഷപ്പുമാരും ഒക്കെ അതിനകത്ത് പങ്കെടുത്തു. കർദിനാൾ ആലഞ്ചേരി അടക്കം പങ്കെടുത്തു. മാർപ്പാപ്പ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് സിനഡോൺ സിനഡാലിറ്റിയുടെ അന്തിമരേഖ എന്ന് പറഞ്ഞ ഒരു രേഖ പ്രസിദ്ധപ്പെടുത്തി ഒപ്പിട്ടതിന് ശേഷമാണ് മാർപ്പാപ്പ മരിക്കുന്നത്. മനസ്സിലായോ? ആ രേഖ പ്രസിദ്ധപ്പെടുത്തിയതിൻ്റെ ആമുഖത്തിൽ മാർപ്പാപ്പ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഈ രേഖ വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിന്റെ കൽപ്പനകളുടെ ഭാഗമായി തീർന്നിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചതിന് ശേഷം പിന്നീട് വരുന്ന സിംഹാസനങ്ങൾക്കും ഈ രേഖ ബാധകമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ രേഖ കത്തോലിക്ക സഭയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മാറ്റങ്ങളെക്കുറിച്ച് മെത്രാന്മാരാരും നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടില്ല. അൽമായ മുന്നേറ്റം ആ ദൗത്യം ഏറ്റെടുത്ത് ഇപ്പോൾ പലയിടത്തും അൽമായ സിനഡുകളൊക്കെ നടത്തിയതാണ്. അൽമായ സിനഡ് നടത്തി. എന്തുകൊണ്ടാണ് നടത്തിയതെന്ന് വെച്ചാൽ ആ രേഖ പറയുകയാണ്, ഓരോ രൂപതയ്ക്കും ഒരു സിനഡ് ഉണ്ടാകണം. സഭയ്ക്ക് മാത്രമല്ല, രൂപതയ്ക്ക് ഒരു സിനഡ് ഉണ്ടാകണം. ആ സിനഡിൽ 50% പേർ അൽമായരായിരിക്കണം. വളരെ വിപ്ലവകരമായ നിങ്ങൾ ആലോചിച്ചു, മനസ്സിലായ 50% പേർ അൽമായരായിരിക്കണം. അൽമായർക്ക് സ്വന്തം ബിഷപ്പിനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. അതായത് ബിഷപ്പുമാരെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ പോലും അൽമായർക്ക് ഒരു സേ ഉണ്ടാകണമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഇതിനു വേണ്ടി കാനൻ നിയമത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ വരുത്തണമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതി വെച്ചത്. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളാരും അറിയുന്നില്ല. കുറേ പേര് ബിഷപ്പ് കാൻഡിഡേറ്റുമാരാവും. അവരിൽ ആരെങ്കിലുമൊക്കെ വന്ന് ബിഷപ്പാവും. ആ ബിഷപ്പ് തോന്നിയ ദിവസം കാണിച്ചാൽ നമ്മളൊക്കെ സഹിക്കേണ്ടി വരും. ഇവിടെയുള്ള സമിതികളോട് പോലും നിങ്ങൾക്ക് ആരെ ബിഷപ്പാക്കണമെന്നാണ് ആഗ്രഹം എന്നൊരു ചോദ്യം പോലും ഇല്ല. ഒരു അൽമായന് കിട്ടാവുന്ന രൂപതയിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനം പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി. അയാൾക്ക് പോലും ഇതിലധികം. അപ്പൊ ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അങ്ങനെ അതീവ നവീകരിക്കപ്പെട്ട ഒരു സഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു രേഖ ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തെടുത്ത് വെച്ചതിന് ശേഷമാണ് മാർപ്പാപ്പ കാര്യം ചെയ്തേക്കുന്നത്. ആ രേഖയെ പറ്റി ഇന്ന് സഭ സൈലന്റാണ്. ആ രേഖ കത്തോലിക്ക സഭയിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ് അൽമായ മുന്നേറ്റത്തിന്റെ ഒരു ലക്ഷ്യം. എറണാകുളം അതുകൊണ്ടാണ് നേതൃത്വം കൊടുത്തത്. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോഴുണ്ടായ ഈ മാറ്റങ്ങളൊന്നും അത് ശക്തമായ മാറ്റങ്ങളാണ് എന്ന് കരുതുന്നില്ല. ഇതിനേക്കാൾ വലിയ മാറ്റങ്ങൾ വരുമോ? ഈ ഹൈറാർക്കി സംവിധാനത്തിൽ വരുമോ? ഉണ്ടാക്കിയേ പറ്റും. കാരണം ഞാൻ വെറുതെ ചിന്തിക്കും, നമ്മൾ പലപ്പോഴും നമുക്ക് ചിന്തിക്കുമ്പോൾ തോന്നുന്നൊരു ഇതാണ്, ഭൗതിക സാഹചര്യങ്ങളിൽ നിൽക്കുന്ന സർക്കാർ സംവിധാനങ്ങളിൽ 10 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് ഒരു വൈറ്റ് കടലാസിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് നടന്ന പാലം നിർമ്മാണത്തെപ്പറ്റി വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വരവ് ചെലവ് കണക്കുകളൊക്കെ എല്ലാം കിട്ടും. പക്ഷെ ഒരു അൽമായനെ സംബന്ധിച്ചിടത്തോളം ഈ രൂപതയിൽ ഏത് കാര്യത്തിലാണ് സുതാര്യമായിട്ട് ഇതൊക്കെ അറിയാൻ സാധിക്കുക? ഇപ്പം പറ്റില്ലായിരിക്കും, പക്ഷെ വരും. ശുഭാപ്തി വിശ്വാസമാണ്. വരുത്തിയിരിക്കും, സംശയം വേണ്ട. കാരണം അത് ഇന്ന് ആഗോള കത്തോലിക്ക സഭ ആവശ്യപ്പെടുന്നതാണ്. അത് വിശുദ്ധ പത്രോസിന്റെ സിംഹാസനത്തിന്റെ കൽപ്പനയാണ്. നടത്തിയേ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവത്തിൻ്റെ ഇടയിലൂടെ നടന്നുപോയത് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കുള്ള സ്ഥാനവും അതിൻ്റെ അംഗീകാരവും ഒക്കെ നമുക്കറിയാം. 91 ഡിഗ്രി മേജർ അതിരൂപതയാണ് ചർച്ച് ഓഫ് ചർച്ച് എറണാകുളം അങ്കമാലി. പാത്രിയാർക്കീസ് പദവിയിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട്. ഞാൻ പറയണത് പാത്രിയാർക്കീസ് ഇതിലേക്ക് ഉയർന്നത് കൊണ്ടോ ഉയരാതിരുന്നത് കൊണ്ടോ ഈ സഭയ്ക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടമില്ല. ഇതൊക്കെ വെറുതെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നതാണ്. ഞാൻ പറയുന്നത് മേജർ ആർച്ച് ബിഷപ്പിന് പാത്രിയാർക്കീസ് എന്ന് പറഞ്ഞൊരു പദവി കിട്ടി എന്നതുകൊണ്ട് ഈ സഭയിൽ എന്ത് മാറ്റം ഉണ്ടാകുന്നതാണ് ചർച്ച. എറണാകുളം അങ്കമാലി അതിരൂപത അധികാര കേന്ദ്ര സ്ഥാനം മാറ്റാൻ ഇപ്പോൾ സഭയുടെ അധികാര കേന്ദ്രീകൃത സ്ഥാനം എന്ന് പറഞ്ഞാൽ എറണാകുളം അങ്കമാലി അതിരൂപതയാണ്. എന്തൊക്കെ പറഞ്ഞാലും അത് പറിച്ചു നടാനായിട്ടുള്ളൊരു ഇടപെടൽ നടക്കുന്നുണ്ടോ? നടക്കില്ല. അത് നടക്കുന്ന കാര്യമില്ല. അതൊന്നും ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത് ഒരു കാലത്ത് കർദിനാൾ ആലഞ്ചേരി ഉണ്ടായിരുന്ന സമയത്ത് കർദിനാൾ ആലഞ്ചേരിയുടെ ഭൂമി ഉപകരണം മറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന കുറെ തട്ടിപ്പ് നീക്കങ്ങളുടെ ഭാഗം മാത്രമാണ്. അപ്പൊ അന്ന് എറണാകുളത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് കർദിനാൾ ആലഞ്ചേരി പറഞ്ഞത്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, വളരെ സിമ്പിളായിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. എറണാകുളത്ത് നിന്ന് മാറിക്കഴിഞ്ഞാൽ എറണാകുളത്തെ സീറോ മലബാർ സഭയുടെ സ്ഥാനത്ത് നിന്ന് ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് കർദിനാൾ ആലഞ്ചേരി പറഞ്ഞത്. മനസ്സിലായി? അപ്പോഴും ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, കർദിനാൾ ആലഞ്ചേരിയെ മാറ്റിയാൽ അങ്ങ് തീരൂലേ? അവസാനം മോളിൽ നിന്ന് ഒരാൾ തീരുമാനം എടുത്ത കർദിനാൾ ആലഞ്ചേരിയെ മാറ്റാനാണ്, നമ്മളെ മാറ്റാനല്ല. അപ്പം അതുകൊണ്ട് സഭയുടെ ഒരു തീരുമാനമുണ്ട്. ആ സഭയുടെ തീരുമാനം ഈ സഭയിൽ നടപ്പാകും.
ഒരു പങ്കാളിത്ത സഭ രൂപമുള്ളൂ. പങ്കാളിത്ത സഭ, വൈദികരും അൽവായരും മെത്രാന്മാരും എല്ലാവരും ഒരുമിച്ചിരുന്ന് സഭയുടെ നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ സുതാര്യമായി സഭ നടത്തി ആ ഒരു സംവിധാനമാണോ ഈ ചർച്ച് ആക്ട് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ആണോ കൂടുതൽ അൽമായ മുന്നേറ്റം? ചർച്ച് ആക്ട് എന്ന് പറഞ്ഞ ഒരു സാധനം ജസ്റ്റിസ് കൃഷ്ണയ്യർ കൊണ്ടുവന്ന ചർച്ച് ആക്ടാണ്. ആ ചർച്ച് ആക്ടിനെ കുറിച്ച് ഞാൻ വളരെ ആഴത്തിൽ പഠിക്കുകയും നമ്മളിവിടെ അൽമായ മുന്നേറ്റത്തിൻ്റെ തന്നെ നേതൃത്വത്തിലൂടെ ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തതാണ്. ആ ചർച്ച് ആക്ട് കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളെയും ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ല. അവിടെയാണ് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. എല്ലാ സഭകളെയും ഉൾക്കൊള്ളാൻ പര്യാപ്തമായ ഒരു സംവിധാനമല്ല. സീറോ മലബാർ സഭയ്ക്ക് അത് ചേരുമായിരിക്കും, പക്ഷേ കേരളത്തിലെ മറ്റ് സഭകളെ അതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കോൺഗ്രിഗേഷൻസ് അതിനകത്ത് ഉൾക്കൊള്ളില്ല. ലത്തീൻ സഭയ്ക്ക് ആ ചട്ടക്കൂട് പ്രകാരം ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വലിയ പ്രോബ്ലം അതിനകത്തുണ്ട്. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായി വന്ന ഒരു സാധനമാണ്. പക്ഷേ ആ ചർച്ച് ആക്ട് ഇപ്പോൾ ഉണ്ടാക്കിയ അതേ രൂപത്തിൽ നടപ്പാക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കോ ഇന്ത്യയിലെ ക്രൈസ്തവ സഭയ്ക്കോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അത് ഞാൻ കരുതുന്നില്ല. അതിനേക്കാളൊക്കെ വളരെ എന്താണ് പറയുന്നത്, കുറെ കൂടി ആഴമുള്ള ചിന്തകളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സിനഡ് ഓൺ സിനോഡാലിറ്റി. അത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ മതി. ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനകത്ത് പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. ഒരാൾ മെത്രാനാകുമ്പോൾ, മെത്രാനായി എന്നതുകൊണ്ട് അയാൾക്ക് പ്രത്യേകമായ അവകാശങ്ങളോ അധികാരങ്ങളോ ലഭിക്കുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രത്യേകം അവകാശങ്ങളോ അധികാരങ്ങളോ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സിനഡ് ഓൺ സിനോഡാലിറ്റിയുടെ മുഴുവൻ രേഖകളിലും പറയുന്നത് എന്താണ്? ഒരു ക്രൈസ്തവന് കിട്ടാവുന്ന ഏറ്റവും വലിയ കൂദാശ എന്ന് പറയുന്നത് മാമോദീസയും സ്ഥൈര്യലേപനവുമാണ്. അത് പ്രകാരം പുരോഹിതരായി സഭയിൽ എൻറോൾ ചെയ്യപ്പെട്ടവരാണ് നമ്മളെല്ലാം. എല്ലാവർക്കും പൗരോഹിത്യമുണ്ട്. മനസ്സിലായി? മാർപ്പാപ്പ പറയാണ്, ഞാൻ മാമോദീസ സ്വീകരിച്ചത് കൊണ്ടാണ് മാർപ്പാപ്പയായത്, ഞാൻ സ്ഥൈര്യലേപനം സ്വീകരിച്ചുകൊണ്ടാണ് മാർപ്പാപ്പയായത്. ഈ സിനഡ് ഓൺ സിനോഡാലിറ്റിയുടെ രേഖകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ആ രേഖകളൊക്കെ പുറത്തേക്ക് അവൈലബിൾ ആണ്. മാർപ്പാപ്പ അത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടാണ് പോയത്. തീർച്ചയായിട്ടും. അപ്പോൾ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് അൽമായ മുന്നേറ്റം കാണുന്നത്. ഒരു സംശയം. ഇതിപ്പോൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപത നേരിടുന്ന വിഷയങ്ങളൊക്കെ ഉപരി കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം തന്നെ വലിയൊരു വിപ്ലവ മാതൃക, അല്ലെങ്കിൽ ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു ശബ്ദം, അതിനെയാണ് ശരിക്കും സ്വപ്നം കാണുന്നത്. അതോടൊപ്പം തന്നെ രൂപതയ്ക്ക് വന്നിട്ടുള്ള വളരെ ഖേദകരമായ വിഷയങ്ങൾക്ക് മുന്നിൽ രൂപതയോടൊപ്പം നിൽക്കാത്ത ആളുകളെ തീർച്ചയായിട്ടും അത് ഏത് മേഖലയിലായിരുന്നാലും അതിനുള്ള ഒരു തിരിച്ചടി നൽകാനും അൽമായ മുന്നേറ്റം വലിയ സജ്ജമായ നിലപാട് സജ്ജമാണ്. അതിനുള്ള ശക്തിയുണ്ട്. അതിന് 6 ലക്ഷത്തിൻ്റെ ഈ അതിരൂപതയ്ക്ക് ശക്തിയുണ്ട് എന്ന് തന്നെയാണ് ഷൈജുട്ടൻ പറയുന്നത്. തീർച്ചയായിട്ടും ഷൈജു ആൻ്റണി എന്ന് പറയുന്ന ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായ മുന്നേറ്റത്തിൻ്റെ പ്രസിഡന്റ് എന്നതിനേക്കാൾ ഉപരി വിശ്വാസികൾക്ക് യഥാർത്ഥ ഒരു വിശ്വാസി, ആ വിശ്വാസിക്കുള്ള അവകാശങ്ങളെ പറ്റി നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും അറിയാത്ത അവസ്ഥയിൽ ഈ ഇടവകളിൽ മുഴുവൻ തന്നെ പുറത്തുള്ള രൂപതകളിലും ഒക്കെ തന്നെ ചെന്ന് നിരവധി ക്ലാസ്സുകളിലൂടെ ഒക്കെ തന്നെ വിശ്വാസികളെ ഉത്ബുദ്ധരാക്കുന്ന ശ്രീ ഷൈജു ആൻ്റണി ചേട്ടനുമായിട്ടുള്ള ദീർഘനേരത്തെ അഭിമുഖം, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പല വിഷയങ്ങളിലേക്കും ഉൾക്കാഴ്ച നൽകുന്നതായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, ഏത് തെരഞ്ഞെടുപ്പ് കാലമായിരുന്നാലും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രഖ്യാപിത നിലപാട്, ആ പ്രഖ്യാപിത നിലപാടിനെതിരെ നിന്ന ആരായിരുന്നാലും അവർക്കെതിരെ ഒരു രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ, ഒരു സ്റ്റേറ്റിൻ്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ അവകാശങ്ങൾ അത് കൃത്യമായി ഉപയോഗിക്കും. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും വരെ പോരാടും. അതുപോലെ തന്നെ പങ്കാളിത്ത സഭ എന്ന് പറയുന്ന വലിയൊരു സ്വപ്നത്തിലേക്ക് അദ്ദേഹം ചിന്തകൾ പങ്കുവച്ചു. വളരെയധികം നന്ദി. താങ്ക് യു. നമസ്കാരം. താങ്ക് യു.